യാത്രകളിലൂടെ യാത്രാ വിവരണങ്ങളിലൂടെ ഒക്കെ പ്രശസ്തനായ സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഇപ്പോൾ ട്രംപിനെക്കുറിച്ച് അമേരിക്കയെക്കുറിച്ച് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കുമേൽ തീരുവ യുദ്ധം പ്രഖ്യാപിച്ചത് കേട്ടിട്ട് അത് അദ്ദേഹത്തിന്റെ ഉക്രൈനോടുള്ള അമിത സ്നേഹമാണെന്നോ അല്ലെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടി അദ്ദേഹം നിലകൊള്ളുന്നത് കൊണ്ടാണെന്നോ ഒക്കെ ചിന്തിച്ചാൽ അത് തെറ്റി എന്നാണ് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള അസംസ്കൃത എണ്ണ വാങ്ങുന്നു എന്നതിന്റെ പേര് പറഞ്ഞാണ് 25% പിഴ തീരുവ ഇന്ത്യക്ക് ട്രംപ് ചുമത്തിയിരിക്കുന്നത്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഇതുപോലുള്ള നിരവധി എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്നൊന്നും മനസ്സിലാക്കാം, അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക അരക്ഷിതാവസ്ഥ. അമേരിക്ക എന്ന് പറയുമ്പോൾ വലിയ സാമ്പത്തിക ശക്തിയാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് കടക്കണികളൊന്നുമില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റി എന്ന ഒരു തിരുത്തലാണ് സന്തോഷ് ജോർജ് കുളങ്ങര ചെയ്തത് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ. ഇത്തരം തീരുമാനങ്ങൾ ട്രംപ് എടുക്കുന്നതിന് പിന്നിൽ അങ്ങനെയാണ്, അല്ലെങ്കിൽ അമേരിക്കയുടെ സാമ്പത്തിക അരക്ഷിതാവസ്ഥ തന്നെയാണ് കാരണം എന്ന് വിദേശകാര്യ വിദഗ്ധർ പോലും അഭിപ്രായപ്പെട്ടിരുന്നു. ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നിരീക്ഷണം ഈ അവസരത്തിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ്. US ഉണ്ടാകുന്ന അരക്ഷിതബോധം, ആ അരക്ഷിതബോധത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ട്രംപ് ഇത്രയധികം പ്രശ്നമുണ്ടാക്കുന്നത്. വലിയ വെല്ലുവിളിയാണ്, നമ്മളാരും ഊഹിക്കാൻ പോലും പറ്റാത്തത്ര വലിയ വെല്ലുവിളിയാണ് അമേരിക്ക നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഹാർഷും ടഫുമായ തീരുമാനങ്ങൾ എടുക്കുന്നത്. മറ്റുള്ള രാജ്യങ്ങൾ, ഈ പറഞ്ഞ ഉക്രൈൻ ആയാലും ഭാരതമായാലും റഷ്യ ആയാലും ഒക്കെ ഭീഷണിയാണ് എന്ന് അയാൾ തിരിച്ചറിയുന്നു. ഭാവിയിൽ അമേരിക്കയുടെ സ്ഥിതിയെ അത് അത്ര നല്ല ഒരു കണ്ടീഷനിലല്ല. കടം അവരെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. അമേരിക്കയ്ക്കും ചൈനയ്ക്കുമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കടബാധ്യത ഉള്ളത് എന്നറിയുക. സോഷ്യൽ മീഡിയയിലെ ചില ബിറ്റ് കണ്ടിട്ടാണ് നമ്മൾ നമ്മുടെ രാജ്യത്തെ അനലൈസ് ചെയ്യുന്നത് എന്ന് സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു. ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, നമ്മളിപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുമ്പോഴായിരിക്കും അയാൾ ഉച്ചത്തിൽ സംസാരിക്കുകയും അല്ലെങ്കിൽ തൻ്റെ കൂടെ നിൽക്കുന്നവരോടൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഉള്ളിലുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയാണ് ട്രംപിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് എന്ന് നേരത്തെ തന്നെ സാമ്പത്തിക വിദഗ്ധർ, വിദേശകാര്യ വിദഗ്ധർ നിരീക്ഷിച്ചിരുന്നു. ആ നിരീക്ഷണം ശരിയാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തന്നെയാണ് സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ പ്രസ്താവനയിലൂടെയും വ്യക്തമാകുന്നത്. ഇന്ത്യക്കെതിരെ കഴിഞ്ഞ ദിവസവും ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. അതിനുള്ള മറുപടി എന്നാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവന പുറത്തിറക്കി. അതിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുടെ പേരിൽ US യൂറോപ്യൻ യൂണിയനും ഇന്ത്യയെ ഉന്നം വയ്ക്കുന്നത് അനീതിയാണ് എന്ന് ഇന്ത്യ പ്രതികരിച്ചിരുന്നു. ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നതിനിടയിലും അമേരിക്ക റഷ്യയിൽ നിന്ന് യുറേനിയം ഹെക്സാഫ്ലൂറൈഡും യൂറോപ്യൻ രാജ്യങ്ങൾ വിവിധ രാസവസ്തുക്കളും വാങ്ങുന്നതും ഇന്ത്യ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്ത്യയുടെ വ്യാപാര നയതന്ത്ര നയങ്ങളെ നിശ്ചിതമായി വിമർശിച്ചാണ് പകരം തീരുവ മരവിപ്പിച്ചതിന്റെ കാലാവധി തീരുന്ന ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% പകരം തീരുവയും പിഴയും ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്ത്യ അമേരിക്കയുടെ അടുത്ത സുഹൃത്ത് രാജ്യമായിട്ടും ഉയർന്ന തീരുവ മൂലം വളരെ കുറച്ച് വ്യാപാരമേ അമേരിക്കയ്ക്ക് നടത്താൻ സാധിച്ചുള്ളൂ എന്നും ട്രംപ് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇറക്കുമതി തീരുവ നിലനിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ് എന്നും അതിനാൽ ഇന്ത്യ US വ്യാപാരത്തിൽ തന്റെ രാജ്യത്തിന് $4570 കോടി കമ്മിയുണ്ട് എന്നും ട്രംപ് പറഞ്ഞിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിനാണ് ഇന്ത്യക്ക് പിഴ കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ നടപടി മോസ്കോയെ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ ഒറ്റപ്പെടുത്താനുള്ള രാജ്യാന്തര ശ്രമത്തിന് എതിരാണ് എന്നും ട്രംപ് പ്രസ്താവിച്ചിരുന്നു. എന്തായാലും ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായില്ലേ? കടക്കെണിയിൽ ഉഴലുകയാണ് ട്രംപ്. അതിന്റെ ടെൻഷൻസ് ആണ് അദ്ദേഹം മറ്റുള്ളവരോട് തീർക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.